മനുഷ്യന്മാരെ മൃഗങ്ങളെ പോലെ കൂട്ടിലടച്ച് പ്രദർശിപ്പിക്കുക. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട് അല്ലെ? എന്നാൽ ഇങ്ങനെ ഒരു സമ്പ്രദായം പണ്ട് നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടെന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്യൻ കൺട്രീസിലായിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രദർശനം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ ഹ്യൂമൻ സൂ അഥവാ മനുഷ്യ മൃഗശാല എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, മനുഷ്യന്മാരെ മൃഗങ്ങളെ പോലെ കൂട്ടിലടച്ച്, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുണ്ടായിട്ടുള്ള കൂട്ടിലടച്ച് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ അടച്ച് മനുഷ്യന്മാർക്ക് മുന്നിൽ തന്നെ പ്രദർശിപ്പിക്കുക. യൂറോപ്യന്മാർ, ഏഷ്യക്കാർ, ആഫ്രിക്കക്കാർ, തദ്ദേശീയർ തുടങ്ങിയ വ്യത്യസ്ത മനുഷ്യവർഗത്തിൽപ്പെടുന്ന ആളുകളെയായിരുന്നു ഈ ഒരു ഹ്യൂമൻ സൂസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഒരു കൗതുകത്തിന്റെ പുറത്തായിരുന്നു ഈ ഒരു ഹ്യൂമൻ സൂസ് പ്രദർശിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതൊരു ബിസിനസ് ആക്കി അവർ മാറ്റുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ടായിരുന്നു ഈ ഒരു ഹ്യൂമൻ സൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഹ്യൂമൻ സൂസിന്റെ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് വരും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. ബിക്കോസ് ഒരു മനുഷ്യനോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നിക്കത്തക്ക രീതിയിലുള്ള പിക്ചേഴ്സ് ആണ് പലപ്പോഴും ഗൂഗിളിലും മറ്റും നോക്കുമ്പോഴത്തേക്കും കാണാനായിട്ട് പറ്റുന്നത്. വംശീയത, കൊളോണിയലിസം തുടങ്ങിയവയെല്ലാം ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ഹ്യൂമൻ സൂ നിലനിന്ന് പോന്നിരുന്നത്. എന്നാൽ ഒരു പോയിന്റ് കഴിഞ്ഞതോടുകൂടി ഈ ഒരു മനുഷ്യ മൃഗശാലയ്ക്ക് അടിവരയിടുന്ന യൂറോപ്യൻ ലീഡർ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. മനുഷ്യ മൃഗശാല അവസാനമായി പ്രദർശിപ്പിച്ചത് 1958 ബെൽജിയത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ സൂവിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാമെങ്കിലും കോമന്റ് ബില്ലോ.